അപ്പൊ ചന്ദനമഴയുടെ എനിക്ക് റീസെന്റ് കണ്ടപ്പോ ആ ട്രോളിൽ വരുന്ന മ്യൂസിക് ഒരിക്കലും എന്റെ അല്ല. അമ്മേ, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ച ആകാശം ഇടിഞ്ഞു വീഴുവോ? സാന്ത്വനത്തിന് അതിന് ഭയങ്കര ഒരു സപ്പോർട്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടി. കാരണം അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരാളാണ് ഇതിന്റെ പുറയിൽ പിന്നണിയിലുള്ളത്. കാരണം ഈ ഒറിജിനൽ ഈ തീം സോങ് ഹിറ്റ് ആയപ്പോഴാണ് പലരും എന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കമന്റ് ചെയ്യാൻ തുടങ്ങി. കഴിക്കാൻ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മനുഷ്യ ബോംബുകളാണ്. ഈ പരസ്പരം എന്ന പ്രോജക്ട് നടക്കുമ്പോ ഒരു ദിവസം അതിന്റെ ഡയറക്ടറിനെ കാര്യമായിട്ട് പുള്ളിയുടെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാധനം എന്തിനാണ് ഈ ഒറിജിനൽ മ്യൂസിക് ഒക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടം. കാരണം ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അക്കാലത്ത്. പിന്നീടാണ് ബ്രദറൊക്കെ ജോയിൻ ചെയ്തത്. ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്നും വേണ്ട, നിങ്ങൾ ആ തെലുങ്കിലെ മ്യൂസിക് പിടിച്ച് പോസ്റ്റ് ചെയ്തോ, തകർപ്പല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് വിട്ട് പരസ്പരവും ചന്ദ്രമഴ ഞാൻ വളരെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറഞ്ഞതല്ല, എന്നെ ഞാൻ അത്രയും ഹേർട്ട് ചെയ്തു. ബിക്കോസ് ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് തന്നെ അത്രയും ഐ എൻജോയ് ഇറ്റ്. മഞ്ഞുരുവും കാലം കാരണം നമുക്കൊരു സിനിമ പോലെ ഓർത്തിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ ചെയ്ത സിനിമകളെക്കാളും പോപ്പുലറാണ് മഞ്ഞുരുവും കാലം. ആക്ച്വലി അതിന്റെ മാസ്റ്റർ ബ്രെയിൻസ് എന്ന് പറയുന്നത് ജോയ്സി സാറാണ്. ജോയ്സി സാർ തന്നൊരു ഐഡിയ, അത് ഭയങ്കരമായിട്ട് കരയുമല്ലോ, ഒരു വിങ്ങൽ ഉണ്ടായാൽ മതി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സ്റ്റോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് നിരവധി സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ തന്റെ മ്യൂസിക്കിലൂടെ നമ്മളെയൊക്കെ അമ്പരിപ്പിച്ച സാനന്ദ് ജോർജ് ഗ്രേസ് ആണ്. വെൽക്കം. താങ്കളെ കാണുമ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മള് ഒരു സീരിയലിലെ മ്യൂസിക് താങ്കൾ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് ടി വിയിലാണ്, സീരിയൽസിലാണ് അല്ലെ. നമ്മൾ പുറത്തൂടി ഒരു വീടിന്റെ പുറത്തൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ ഒരു സീരിയലാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സീരിയലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ജേണർ ഉണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്തേക്കുന്നതാണോ, നമ്മൾ മാറ്റി ചിന്തിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? മാറ്റി ചിന്തിക്കാൻ കഴിയാറില്ല. മാറ്റി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചാലും അത് ചാനലോ അതിനകത്ത് വരാൻ സാധ്യത കുറവാണ്. അവർക്ക് പൊതുവെ വേണ്ടത് ഒരു പാറ്റേൺ ആയിരിക്കണം. അതിന്റെ ഒരു കാരണം പറയാം. ബിഗിനിങ് സമയത്തുണ്ട്, കരിയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ പല ഡയറക്ടേഴ്സും എന്നോട് പറയുന്നത് അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി മ്യൂസിക് കേട്ട് വരണമെന്നാണ്. കാരണം സിനിമ നമ്മുടെ ഒരു ക്ലോസ്ഡ് ഏരിയയിൽ പ്രസന്റ് ചെയ്യുന്നതാണ്, അതിലേക്ക് മാത്രമായിരിക്കും ആളുകളുടെ കോൺസെൻട്രേഷൻ. പക്ഷെ ഇതത് അങ്ങനെയല്ലല്ലോ. ഈ ടി വി ഓൺ ആയിരിക്കുമ്പോൾ തന്നെ പല പല ആക്ടിവിറ്റീസ് ആ വീട്ടിൽ നടക്കുന്നുണ്ടാവും അല്ലെ. അപ്പം ഒരു ബാങ്ക് കേട്ടോണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ വരുന്നത്. അല്ലെങ്കിൽ അത് രണ്ട് രീതിയിലും ആകാം. ചിലപ്പോൾ ഒരു ഭയങ്കര മെലഡിക് മ്യൂസിക് ആണെങ്കിലും അവിടെ എത്തിക്കാം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അവര് പറയുന്ന ഒരു എന്താണ് ഈ ഒരു ഭയങ്കര ബാങ്ങോടെ ഉള്ളൊരു ഹെവി മ്യൂസിക് ഇടിച്ചു നിൽക്കണം, ഇങ്ങനെയുള്ള ടേംസ് ഉണ്ട്. അപ്പം ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഇച്ചിരി മെലോ ഡ്രാമ കൂടുതലാണല്ലോ സീരിയലില്. അപ്പൊ അതിനെ ഇച്ചിരി ഓവർഡു ചെയ്യണം. അപ്പോൾ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്ത വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഡയറക്ടേഴ്സിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ചാനൽ റിജക്ട് ചെയ്യും. ചാനലിനെ കുറ്റപ്പെടുത്തുന്നതല്ല, അവർ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ആണ് നോക്കുന്നത്. ഇതിനെ പൊളിച്ചെടുക്കുന്ന ചില പ്രോജക്ട്സ് വല്ലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്റെ തന്നെ ചില പ്രോജക്ട്സ് ചില മെലഡീസ് ആളുകളെ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ മെലോ ഡ്രാമ ആണ് ഇതിന്റെ ഒരു കീ സംഭവം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഡയലോഗ് ടു ഡയലോഗ് പോകുന്നിടത്ത് അതിന് എന്താ പറയുക ഇങ്ങനെ ബിജിഎം നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നുപോയി. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ഒരുപാട് സീരിയൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സീരിയൽസിൽ താങ്കളുടെ മ്യൂസിക് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചന്ദനമഴയൊക്കെ ഇപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ട്രോൾസിലൂടെയൊക്കെയാണ് അതിന്റെ വീഡിയോസ് വരുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒരു 6, 7, 8 വർഷത്തിന് ശേഷം ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അപ്പോ
താങ്കൾ മ്യൂസിക് അതിലൂടെ വരുന്നുള്ളതാണ്, ആൾക്കാരിലോട്ട് വീണ്ടും റീച്ച് ആവുന്നുള്ളതായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പിന്നണി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കാണുന്നുണ്ടല്ലോ അല്ലെ സോഷ്യൽ മീഡിയ ഒക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ എങ്ങനെയാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ആക്ച്വലി? അല്ല, അത് ഒരു ചില ട്രോൾസ് എനിക്ക് കാരണം എന്താന്ന് അറിയാം, ഇതിനകത്ത് വേറൊരു ഒരു ടെക്നിക്കൽ സംഭവം കൂടെ ഞാൻ പറയാം, എന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. ഇപ്പം ചന്ദനമഴയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കടമറ്റത്ത് കത്തിനാലില്ല. അപ്പൊ ഞാൻ ഈ ഒറിജിനൽ സ്കോറാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ബിക്കോസ് സീരിയലിന് വേറെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു സംഭവം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. മ്യൂസിക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിതൗട്ട് എ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ഞാൻ തന്നെ പല പ്രോജക്ട്സും ഇപ്പോൾ കുറച്ച് എപ്പിസോഡേ ചെയ്യൂ. 20-25 എപ്പിസോഡ്സ് ഞാൻ ഒരു പാക്കേജ്, ഒരു സിനിമ ചെയ്യുന്ന പോലെ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ സ്റ്റുഡിയോയിലായിരിക്കും മ്യൂസിക് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അവര് പലപ്പോഴും എന്റെ മ്യൂസിക് തന്നെ ആവുന്നില്ല, അതില് സൗത്ത് ഇന്ത്യയിലെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും കാണും. ഐ മീൻ തെലുങ്കിലെയും തമിഴിലെ എല്ലാ മ്യൂസിക്. അപ്പൊ ചന്ദനമഴയുടെ എനിക്ക് റീസെന്റ് കണ്ടപ്പോ ആ ട്രോളിൽ വരുന്ന മ്യൂസിക് ഒരിക്കലും എന്റെ അല്ല, അതെന്റെ മ്യൂസിക് അല്ല. ഞാൻ അത്രയും ഓവർ ഡൂ ചെയ്തില്ല. അതൊരു മാസ് ഹീറോയുടെ ഇൻട്രൊഡക്ഷന് തെലുങ്കിൽ കൊടുക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് ഇനി എത്ര ഓവർ ഡൂ ചെയ്താലും എനിക്കൊരു ലോജിക്കിന് അപ്പുറത്തോട്ട് ഞാൻ ചെയ്യത്തില്ല. അപ്പൊ ചാനലിനോടും എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം സഹായിച്ചുണ്ട്. ഞാൻ പറയും, ഞാൻ മ്യൂസിക് കമ്പോസർ എന്ന രീതിയിൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു എന്ന് മാന്യമായിട്ട് പറയും. അപ്പം ഇത് സംഭവം ശരിയാണ്. ഇപ്പൊ പിന്നെ മഞ്ഞുരുവും കാലി അടുത്ത കാലത്ത് അതിങ്ങനെ ഇൻസ്റ്റയില് ഒരു കോളേജില് കുറെ കുട്ടികൾ, അതൊരു താരാട്ടുപാട്ടാണ്, എന്നിട്ട് അതിങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സാധനം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഇങ്ങനെ പിന്നെ ഇപ്പൊ സാന്ത്വനമാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് ചിപ്പി രഞ്ജിത്ത്, അപ്പൊ ആ കമ്പനിയുടെ കൂടെ ഞാൻ 20 വർഷമായിട്ട് ട്രാവൽ ചെയ്യുന്നത്, രഞ്ജിത്ത്. അപ്പൊ അതാണ് എന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു എന്താണ് ഒരു ഹൈ തന്ന അതിന്റെ ഈ ശിവാഞ്ജലി മ്യൂസിക്, ആ ഫ്ലൂട്ട് പോർഷൻ. ഓക്കെ, അത് ബീജിയം ആദ്യമായിട്ടാണ് എന്താണ് ഒരു ബീജിയത്തിനെ പാട്ടാക്കിയത്. ഈ സാധനത്തിന് പിന്നെ ലിറിക്സ് ഇട്ടു, കാരണം അത് ഭയങ്കര പോപ്പുലർ ആയപ്പം ചുമ്മാ തോന്നി ഇതിനൊരു ലിറിക്സ് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ ഭയങ്കരമായ ഒരു ഓർക്കസ്ട്രങ്ങളും. അപ്പോ ചന്ദനമഴയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ടെൻസ് മ്യൂസിക് അല്ലാണ്ട് അതിനൊരു മെലഡി പാട്ടും കൂടി ഒരുപാട് മറ്റേ ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോഴത്തേനും അപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല മ്യൂസിക്കുകളുണ്ട്. അപ്പോ എങ്ങനെയാണ് ആ ഒരു പ്രോസസ് ആക്ച്വലി? ഏതൊക്കെയാണ് താങ്കൾ ചെയ്തിരിക്കുന്ന മ്യൂസിക് അതിനകത്ത്? അല്ല, അതിനകത്ത് ഇപ്പൊ ഒരു ബിഗിനിങ് ഏരിയയിൽ വരുന്ന നായികയുടെ ഇന്ററാക്ഷൻ ആദ്യത്തെ എപ്പിസോഡിലെല്ലാം ഞാൻ തന്നെ ചെയ്യുക. ഓക്കെ, ബിക്കോസ് അതിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പ് ഒരു സൂപ്പർ ഹിറ്റ് പ്രോജക്ട് ഉണ്ടായിരുന്നു, കുങ്കുമപ്പൂ ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, ആശാശരത്ത് ഒക്കെ വന്ന സാധനം. അതിന്റെ സെയിം കമ്പനിയുടെയാണ് ചന്ദനമഴയും, ദെൻ അത് കഴിഞ്ഞിട്ട് വന്ന പരസ്പരവും. ഇതെല്ലാം സെയിം കമ്പനിയാണ്. അപ്പം ചന്ദനമഴയുടെ എസ്പെഷ്യലി അതിന്റെ ബിഗിനിങ്ങില് എന്താണ് നായികയുടെ ഇൻട്രഡക്ഷൻ, ഇങ്ങനെ കളം ഇടുന്ന ഒരു സംഭവവും ഇവിടെ എല്ലാം ഉള്ളൊരു മെലഡി ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരു മെലഡി കൂടെയാണ് നമ്മൾ അതിനകത്തോട്ട് ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ എന്താണ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ മെലോഡ്രാമ കൂട്ടണം, ഈ റേറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ കുറച്ച് ബഹളവും സംഭവങ്ങളും ഒക്കെ കൂട്ടുന്നത്. പക്ഷെ ആ മെലഡി മ്യൂസിക് എപ്പോഴും ഞാനെപ്പോഴും അതാണ് ഓർക്കുന്നത്. ഈ ബാങ്ക് സാധനങ്ങൾ, ആ എന്താണ് ഈ അടിച്ചുപൊളി മ്യൂസിക്കിനേക്കാളും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഞാനെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കാം. ഓക്കെ, ഈ എപ്പോഴെങ്കിലും ഒക്കെ ചെറിയൊരു ഒരു വിഷമോ പരിഭവമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു മ്യൂസിക് അപ്പൊ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സീൻ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം, പക്ഷെ സീരിയലിന്റേതായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിനകത്ത് കുറെ ഡ്രാമ വരും, കുറെ കാര്യങ്ങൾ ഓവർഡു ചെയ്യും. അതിപ്പോ കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ ട്രോൾസ് ഒക്കെ ആയിട്ട് വരും. അത് എപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡിനെ അത് എഫക്ട് ചെയ്യാറുണ്ടോ ആസ് എ മ്യൂസിഷ്യൻ? തീർച്ചയായിട്ടും അത് ചെയ്യും. കാരണം ആക്ച്വലി അത് എന്റെ മാത്രം ഒരു തീരുമാനമല്ല. ദാറ്റ് ഈസ് വൈ ഞാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, യു ആർ ഫോഴ്സ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിനകത്തൊരു ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ ഈ പരസ്പരം എന്ന പ്രോജക്റ്റ് നടക്കുമ്പോൾ ഒരു ദിവസം അതിന്റെ ഡയറക്ടറിനെ കാര്യമായിട്ട് പുള്ളിയുടെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാധനം എന്തിനാണ് ഈ ഒറിജിനൽ മ്യൂസിക് ഒക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടത്? കാരണം ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അക്കാലത്ത്. പിന്നീടാണ് ബ്രദറൊക്കെ ജോയിൻ ചെയ്തത്. ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്നും വേണ്ട, നിങ്ങൾ ആ തെലുങ്കിലെ മ്യൂസിക് പിടിച്ച് പോസ്റ്റ് ചെയ്തോ, തകർപ്പല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് വിട്ട് പരസ്പരവും ചന്ദനമഴ ഞാൻ വളരെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറഞ്ഞതല്ല, എന്നെ ഞാൻ അത്രയും ഹേർട്ട് ചെയ്തു.
ബിക്കോസ് ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് തന്നെ അത്രയും ഐ എൻജോയ് ഇറ്റ്, ദാറ്റ്സ് വൈ. അല്ലാതെ വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാനല്ല, എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഞാൻ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം ചെയ്യും. എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. മനസ്സിലായത്? എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെ ആയിരിക്കും ഓഫ് കോഴ്സ്. അല്ലാതെ വേറൊരു ഡയറക്ടറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം മ്യൂസിക് ചെയ്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അദ്ദേഹത്തിനും പിന്നെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ. അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറെ നാളത്തേക്ക് സീരിയൽ ഫീൽഡേ വിട്ടു. അങ്ങനെ ഞാൻ ചെന്നൈയിലൊക്കെ പോയി. എന്നെ തിരിച്ചു കൊണ്ടുവന്നത് മഞ്ഞുരുവിൻ കാലമാണ്. കാരണം മഞ്ഞുരുവിൻ കാലത്തിന് ഉണ്ണിത്താൻ സാറും ജോയ്സി സാറാണത്, ശ്രീമൂസ് ഉണ്ണിത്താൻ സാറിന്റെ കൂടെയും ഏതാണ്ട് ഒരു 16-17 വർഷമായി ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം സാറിന്റെ അതിന് മുമ്പ് അമല പോലെയുള്ള നല്ല പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് ജോയ്സി സാറിന്റെ തന്നെ. മഞ്ഞുരുവിൻ കാലത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ഐ ആം ഫെഡപ്പായി. ബിക്കോസ് ഈ പോസ്റ്റിംഗ് ആ സമയത്ത് ഇങ്ങനെ കൂടി വന്നു. പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സിനിമയിൽ നിന്നൊക്കെ അവർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കട്ട് ചെയ്ത് സീരിയൽസിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ പലർക്കും അറിയാം. ഇത് പലരും ഇപ്പൊ ഈ കമന്റിലൊക്കെ പറയാറുണ്ട്, മറ്റേ സിനിമയിലെ അല്ലേ. ഈ അടുത്ത സമയത്ത് എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചു, നിങ്ങളാണോ ഒരു വേറൊരു ചാനലിലെ പ്രോജക്ട്? ഞാൻ പറഞ്ഞു ഇല്ലല്ല, അതിന്റെ ഒരു 5 എപ്പിസോഡ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് വിട്ടു. അല്ല, അതിനകത്ത് ഇപ്പൊ കൂലിയിലെ മ്യൂസിക് കേൾക്കുന്നുണ്ടെന്ന്. അപ്പം ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സീരിയൽ എടുക്കുമ്പോഴത്തേനും അതിന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ആൾക്കാർ ഓടിപ്പോയി നോക്കുക ഇത് മ്യൂസിക് ചെയ്ത ആരായിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പൊ അവിടെ കേൾക്കുന്നത് ഏതെങ്കിലും സിനിമയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചീത്തപ്പേരും ഓഫ് കോഴ്സ് മ്യൂസിക് വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം അപ്പൊ എന്താണെന്ന് അറിയാമോ, എല്ലാരും അങ്ങനെ അങ്ങ് ചിന്തിക്കും ഇത് മുഴുവൻ പോസ്റ്റിംഗ് ആണ് എന്നുള്ളത്. അപ്പൊ അതിനെനിക്ക് ചില എന്താ ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നത് മഞ്ഞുരുവൻ കാലമോ അല്ലെങ്കിൽ സാന്ത്വനത്തിന് അതിന് ഭയങ്കര ഒരു സപ്പോർട്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടി. കാരണം അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരാളാണ് ഇതിന്റെ പുറയിൽ പിന്നണിയിലുള്ളതെന്ന്. കാരണം ഈ ഒറിജിനൽ ഈ തീം സോങ് ഹിറ്റ് ആയപ്പോഴാണ് പലരും എന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കമന്റ് ചെയ്യാൻ തുടങ്ങി. മറ്റേ എന്തോ സിനിമ ചെയ്യുന്ന ഈ സിനിമ മ്യൂസിക് പോസ്റ്റ് ചെയ്യുന്നവർക്കൊരു മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അപ്പൊ പല മ്യൂസിഷ്യൻസ് ഇങ്ങോട്ട് കടന്നു വരാത്തത് പോലും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഇവിടെ ആയിപ്പോയതുകൊണ്ട്. എനിക്ക് പേഴ്സണലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ മഞ്ജുരുവൻ കാലം ഇപ്പൊ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ബിസി ഷെഡ്യൂളിൽ ഈ സീരിയലിലോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പൊതുവെ യുവാക്കൾക്ക് കുറവാണ്. കാരണം അവര് ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡെയിലി കമ്മിറ്റ്മെന്റ്, നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ലൈക്ക് ഇന്നെന്താ നാളെ എന്താന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ ദിവസം കുറച്ചു നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമല്ലോ. പൊതുവെ ആരും കാണാറില്ല. പക്ഷേ ഈ മഞ്ജുരുവൻ കാലം എന്ന് പറയുന്ന സീരിയൽ ഞാൻ ഫസ്റ്റ് എന്ന് വെച്ചാൽ ബിഗിനിങ് ടു എൻഡ് കണ്ട ഒരാളാണ്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് താങ്കളുടെ മ്യൂസിക്. അതായത് യൂട്യൂബിൽ ഈ മ്യൂസിക് റിലീസ് ആകുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ അതിന്റെ ലിറിക്സ് അതുപോലെ താങ്കളുടെ മ്യൂസിക്, അത് നമുക്കൊരു സീരിയലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു മൂവി ലെവൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് മ്യൂസിക് ആയിരുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഈ സീരിയലിലെ സീക്വൻസസിലും താങ്കളുടെ മ്യൂസിക് ഇങ്ങനെ കേറി നല്ല രീതിയിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ് ഓഫ് കോഴ്സ്. കാരണം നിങ്ങളെ പോലുള്ള അന്ന് 10 വർഷം കൂടെ ചെറുപ്പത്തിൽ അന്ന് അത് കണ്ടു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ആക്ച്വലി മഞ്ഞുരുവൻ കാലം കാരണം നമുക്കൊരു സിനിമ പോലെ ഓർത്തിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ ചെയ്ത സിനിമകളെക്കാളും പോപ്പുലറാണ് മഞ്ഞുരുവൻ കാലം. ആക്ച്വലി അതിന്റെ മാസ്റ്റർ ബ്രെയിൻസ് എന്ന് പറയുന്നത് ജോയ്സി സാറാണ്. അദ്ദേഹവും ശ്രീമൂസ് ഉണ്ണിത്താൻ സാറുമാണ്. അപ്പം ഉണ്ണിത്താൻ സാറാണ് എന്നെ ആദ്യം വിളിച്ചതിന്റെ ഒരു ഇതൊക്കെ പറയുന്ന. സാറ് പറഞ്ഞു ആര് കേട്ടാലും കരയണം. ഞാൻ ചോദിച്ചു, സാറേ ഭയങ്കരമായിട്ട് കരയണമല്ലേ? ആര് കേട്ടാലും കരഞ്ഞ് അവര് ഇങ്ങനൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ജോയ്സി സാറ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ല സാറേ ഇത്. അപ്പം ജോയ്സി സാറ് തന്നൊരു ഐഡിയ, അത് ഭയങ്കരമായിട്ട് കരയുമല്ലോ, ഒരു വിങ്ങലുണ്ടായാൽ മതി, ഒരു നോവുണ്ടായാൽ മതി. അല്ലാതെ ഞാനപ്പോ കമ്പയർ ചെയ്ത് ചോദിച്ചു, ആകാശദൂതിലെ രാപ്പാടി പോലൊരു സോങ് ആണോ ഉദ്ദേശിക്കുന്നത്? ആര് കേട്ടാലും ചങ്ക് തകരുന്ന ഇങ്ങനെ ആ ഒരു ഹൈ പിച്ചിലുള്ളൊരു സാധനം വേണം. അല്ല അത് വേണ്ട, നമുക്കൊരു സബ്റ്റിൽ മൂഡിൽ ആർക്ക് കേട്ടാലും എപ്പോ കേട്ടാലും ഒരു വിഷമം തോന്നണം, ഒരു നോവ് എന്നുള്ളൊരു ഐഡിയയാണ് സാറ് തന്നത്. അപ്പം പിന്നെ അതൊരു താരാട്ടുമാണ്. അപ്പൊ അതൊരു എന്താണ്, ഈ അമ്മ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സീരിയലൊക്കെ വിട്ട് ചെന്നൈ പോയി അവിടെ ചില സിനിമകളും ഇതുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പം അന്നേരം ആലോചിച്ച് ചെയ്താണ് ഈ ചെറിയ ആ ഒരു ഒറ്റ മിനിറ്റേ ഉള്ളത്. ഒറ്റ മിനിറ്റേ ഉള്ളു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് കുറെ സമയം വേണമെന്നില്ല, കുറെ ലെങ്ത് വേണം. 5 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് പോലും വേണ്ട, സെക്കൻഡ്സ് മതി. ഇതിന്റെ ആദ്യത്തെ ഒരു ചെറിയൊരു ഹമ്മുണ്ട്,
അതിന്റെ ഒരുപാട് മൊമെന്റ്സ് എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ബ്ലസ്സി സാറല്ലേ ഡയറക്ടർ ബ്ലസ്സി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു പ്രോജക്റ്റിന് അസോസിയേറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മെയിൻലി മിനി സ്ക്രീന് അദ്ദേഹം തന്നെ ഇത് പാടി കേൾപ്പിച്ചു. ഈ ഫസ്റ്റ് ഈ സാധനം പാടി കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. അവള് ടി വി വെക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. നല്ല സാധനമാണ്. ഇങ്ങനെ കുറെ അപ്രീസിയേഷൻസ് കിട്ടി. പിന്നെ ഈ ട്യൂൺ ചെയ്തുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ജോജി സാറിനെയും ഉണ്ണിതാൻ സാറിനെയും ഞാൻ ഈ അന്നൊരു ടാബില് കേൾപ്പിച്ചു. അവർക്കത് പെട്ടെന്ന് കണക്ട് ആയി. ബിക്കോസ് പാടിയിട്ടൊന്നുമില്ല, വെറുതെ ഒരു ടോണിൽ ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചതാ. അവർക്ക് പെട്ടെന്ന് കണക്ട് ആയി. അവർ പറഞ്ഞു ഇതിന് കറക്റ്റ് ലിറിക്സ് കിട്ടിയ ഈ സാധനം മതി എന്ന് പറയാം. അങ്ങനെയാണ് പിന്നെ അതിന്റെ ലിറിക്സിലേക്ക് പോകുന്നത്. ലിറിക്സ് ആക്ച്വലി ഇത് എന്താണെന്നറിയാം, അതിന് മുമ്പുള്ള പലരും മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നത് അന്ന് സിനിമയിൽ ഭയങ്കരമായിട്ട് സജീവമായി നിൽക്കുന്നവരെ ഉൾപ്പെടുത്തും. ഞാൻ അതിനല്ല ശ്രമിച്ചത്. കാരണം ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ആ കംഫർട്ട് സോൺ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ഈ പറഞ്ഞ പോലെ അതിനൊരു ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്രോസസ് ആണിത്. ഇപ്പൊ എനിക്കിപ്പോ മഞ്ഞും കാലമൊക്കെ നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഹമ്മ് വേണ്ടി വരുന്നത്. അപ്പം റീച്ച് ആയിട്ടുള്ള ഒരാളെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് മനസ്സിലാക്കി അതിന്റെ ആ ഒരു അങ്ങനെ എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് പ്രമിള എന്ന് പറഞ്ഞ സിംഗർ. അപ്പം പ്രമിള ഈ ജോയിസി സാറിന്റെ ഈ നോവൽസിന്റെ വലിയൊരു ഹാർഡ് കോർ ഫാൻ ആയിരുന്നു. സോ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു ഓഫറാണ്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് പ്രമിള ഭയങ്കര എക്സൈറ്റഡ് ആയി. ജോയിസി സാറിന്റെ ഇതിനെ അപ്പൊ അവള് തന്ന ലിറിക്സ് ആണ്. ഞാൻ ജോയിസി സാറിനെ റൂമിൽ കൊണ്ട് കാണിച്ചു. മതി പിന്നെ പ്രധാനം പാടി. ഇത് സംഭവം എന്താണെന്നറിയാമോ? സത്യം പറയാ, ഞങ്ങളിത് ഒരു എന്താണ് ഇവരെയൊക്കെ കേൾപ്പിക്കാനായിട്ട് ചെയ്ത ഒരു വേർഷനാണ്. ഇത് മനോരമ എടുത്ത് അങ്ങ് വെളിയിൽ വിട്ടു. പിന്നെ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംഡ് വേർഷനിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. പിന്നെ ഈ സാധനം കൈവിട്ടങ്ങ് പോയി. പക്ഷെ അത് ആൾക്കാർ എത്രത്തോളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. അത് സോള് കിട്ടി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ശിവാഞ്ജലി, സാന്ത്വനത്തിലെ ശിവാഞ്ജലിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സാന്ത്വനം താങ്കൾ ചെയ്ത ഒരു ഫുൾ ആൻഡ് ഓൺ ചെയ്ത ഒരു വർക്കാണ്. അതിലെ എസ്പെഷ്യൽ നമ്മൾ എടുത്തു പറയേണ്ടത് ശിവാഞ്ജലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അവരുടെ റൊമാൻസ് വരുമ്പോൾ അവർ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഇടുമ്പോഴത്തേനും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട്. അതുപോലെ തന്നെ അവർ തമ്മിൽ എപ്പോഴും ഒരു കാറ്റ് ഫൈറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഐ കോണ്ടാക്ട്സ് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രണയം, അവരുടെ കണ്ണുകളിൽ അവർ പ്രണയം വരുമ്പോൾ ബാക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും. സാന്ത്വനത്തിന്റെ പ്രൊഡ്യൂസറാണ് താരം എം രഞ്ജിത്ത്. രഞ്ജിത്തിന്റെ കൂടെ 2005 തൊട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ശ്രീ വൈരപ്പൻ വേളാങ്കണ്ണി മാതാവ്, ആകാശദൂതിന്റെ സീക്വല് ചേട്ടനായിരുന്നു. ബിഫോർ സാന്ത്വനം വാനമ്പാടി ഒരു മ്യൂസിക്കൽ ഇതായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് സാന്ത്വനത്തിലേക്ക് വരുന്നത്. അപ്പൊ ചേട്ടൻ തരുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട് ഏത് പ്രോജക്റ്റിനും. മനസ്സിലായില്ലേ? നമ്മൾ സീരിയൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലൊന്നല്ല, തുടരും ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റിൽ ഞാൻ ഇരുന്നാലേ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അതാണ്. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും ചെയ്യാം അത് പറ്റത്തേ ഇല്ല. നോ കോംപ്രമൈസ് ആണ്. ആ രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും ചേട്ടൻ തരും. വേറെ പ്രൊഡ്യൂസേഴ്സിന് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പൊ ഒരു ലൈവ് എടുക്കണോ ഇതിനൊന്നും ഒരു പഞ്ഞവുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടി അത്രയും നമ്മളെ പിഴിയും. അത് എനിക്ക് ശീലമുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ സാന്ത്വനം എന്താണ് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഭാഗ്യമാണ്. എന്റെ ബർത്ത്ഡേയിലാണ് റിലീസ് ചെയ്യുന്നത്, ഒരു സെപ്റ്റംബർ 21. ആദിത്യൻ ഡയറക്ടർ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു സംഗതി എന്താണ്, ആദിത്യൻ മരിച്ചുപോയി, ഡയറക്ടർ മരിച്ചുപോയി. അതോടെയാണ് ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് വിടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ പ്രോജക്റ്റ് തുടങ്ങി ബിഗിനിങ്ങിലൊന്നും സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിയിലെ മെലോ ഡ്രാമയും സംഭവങ്ങളുമാണ്. എനിക്ക് തുറന്നു പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് അതിനകത്തൊരു കണക്ഷൻ കിട്ടുന്നില്ല. ബിഗിനിങ്ങിൽ കുറച്ച് നല്ല BGMs ചെയ്തു, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള. ഈ ശിവാഞ്ജലി BGM ഒന്നല്ലാതെ കുറേ BGMs ഉണ്ട്. ചിപ്പിയുടെ ഇൻട്രൊഡക്ഷൻ, പിന്നെ രാജീവ് അതിന്റെ നായകൻ ബാലേട്ടൻ അയാളുടെ ഒരു തീം, ഇങ്ങനൊക്കെ. ഇതിന്റെ ഫോളോവേഴ്സിനെല്ലാം ഇഷ്ടമാണ് ഈ മ്യൂസിക്കുകളെല്ലാം, ദൈവം സഹായിച്ച്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭയങ്കരമായ ഡ്രാമയും സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടനും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്, സാറിന്റെ മ്യൂസിക് ഇച്ചിരി മറ്റേതാണ് മറിച്ചതാണ്. എനിക്കും അങ്ങോട്ട് കണക്ഷൻ കിട്ടുന്നില്ല. അപ്പം ആദ്യത്തെ പറഞ്ഞു പ്രശ്നമില്ല, ഇവർ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഈ വീട്ടിലെത്തുമ്പോഴേ ഇത് സെറ്റ് ആവുള്ളൂ, അതുവരെ ഇതിങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ കിടക്കും, അത് കുഴപ്പമില്ല. സീരിയൽ സെറ്റ് ആയത് ശിവനും അഞ്ജലിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അതാണ്. അപ്പൊ അവിടം തൊട്ടാണ് ഇത് അടുത്തൊരു ഗിയറിലോട്ട് ഒരു ഗിയർ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്.
ഇവിടെ വന്നപ്പോ എന്താ സംഭവം എന്ന് അറിയാമോ? ഇവിടെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് തമിഴില് ഓൾറെഡി ഉള്ളതാണ്. അതെ. അപ്പൊ ഡയറക്ടർ എനിക്ക് ആദ്യത്തെയും പല പ്രാവശ്യം എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരും. എന്ത് ഇതാ അവിടുത്തെ അതിന്റെ പേരെന്താ, പാണ്ഡ്യൻ സ്റ്റോഴ്സ്. അപ്പൊ ഇത് അവിടെ ഭയങ്കര ഹിറ്റാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു നല്ല സ്വഭാവമാണോ മോശം സ്വഭാവമാണോ പുള്ളി പറയുന്ന അതിനെ ബേസ് ചെയ്ത് ഒരെണ്ണം ചെയ്യാന് റെഫറൻസ് പോലെ. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു കുത്താണ്. അതിനെ ബേസ് ചെയ്ത് എനിക്ക് നമുക്കിവിടെ മലയാളിയുടെ ഒരു ഇൻഡിപെൻഡന്റ് സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു ഭയങ്കര. അപ്പൊ ഞാൻ ആദ്യം 2 തീംസ് ഉണ്ടാക്കി ഈ ഇപ്പൊ കേൾക്കുന്നതിന് മുമ്പ്. ഇത് രണ്ടും ഇട്ടു ചാനലിൽ അങ്ങ് എന്താ ഈ സീക്വൻസിൽ യൂസ് ചെയ്യും. അങ്ങനെയാണ് എന്നത് ഒന്നിലേക്ക് എത്തിയത്. അപ്പൊ ഒരെണ്ണം ഇട്ടപ്പം ചേട്ടൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഓക്കെ ഞാൻ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു സ്വരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വേറൊരു മൂഡില് ഒരെണ്ണം ചെയ്ത. അത് വന്ന ദിവസം ചാനലിന്റെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ തന്നെ കമന്റ്സ് വന്നു, ഈ മ്യൂസിക് അടിപൊളിയാണല്ലോ. അവിടെയാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോ എത്ര ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ അല്ലെ. ഇങ്ങനെ ഒരു റെസ്പോൺസ് വന്നപ്പോഴാണ് അപ്പം ആദിത്യനും രഞ്ജിത്തേട്ടനും ഒക്കെ പറഞ്ഞു ആ സാധനം കുഴപ്പമില്ല, അവരത് ക്ലിക്ക് ആവും തോന്നുന്നുണ്ട്, ഇവരുടെ ഈ തീം ഈ പറഞ്ഞ അവരുടെ ഐക്കോണ്ടായും സംഭവങ്ങളും ഒക്കെ വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഗതിയിലാണ് എന്റെ ഉടുമ്പം എന്ന് പറഞ്ഞ പടത്തിന്റെ റെക്കോർഡിംഗ് ഇവിടെ കൊച്ചിക്ക് വന്നപ്പോഴ് രാജേഷ് ചേർത്തല അറിയാലോ, ഫ്ലൂട്ട്, അദ്ദേഹമാണ് അതിന് ഫ്ലൂട്ട് വായിക്കുന്നത് അതിനകത്ത് ഒരു സോങ്ങിന്. അപ്പൊ ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പം രാജേഷിന് പുതിയൊരു വർക്ക് എന്റെ സാന്ത്വനം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് പോകുന്നുണ്ട്, അവന്റെയും വീട്ടിലെ പുള്ളിയുടെയും വീട്ടിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതിനകത്തൊരു മ്യൂസിക് റീസെന്റ് ചെയ്ത ഇത് നമുക്ക് ഫ്ലൂട്ടിലൊന്ന് എടുത്തു വെക്കാം. അപ്പൊ രാജേഷ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അനിയൻ അപ്പൊ തന്നെ ഞാനിങ്ങനെ ആക്ഷൻ ഒക്കെ ചെയ്തുകൊണ്ട് രാജേഷ് വായിച്ചു. ഈ സാധനം ഞാൻ യൂട്യൂബിൽ ഇട്ടപ്പോഴാണ് ഞാൻ ഇതിന്റെ ഞെട്ടിപ്പോയത്, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയത്. ഇതുപോലൊരു റെസ്പോൺസ് എനിക്ക് അതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഫ്ലൂട്ട് വേർഷനെ കുട്ടിയുടെ പേര് ഊർമിളയോ അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കുട്ടി എടുത്തിട്ട് ഒരു ഡാൻസ് വേർഷൻ ചെയ്തു. അതായത് ഈ കൃഷ്ണ രാധ ഇങ്ങനെയൊക്കെ ഉള്ളൊരു, അതോടെ പിന്നെ ഡാൻസ് കവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ അതിന് വേറൊരു വേർഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മളതിനെ സോങ് ആക്കാൻ പാതിമയ്യായ തിങ്കളോ എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം ഹിറ്റായിരുന്നുള്ളതാ. അപ്പൊ എന്തായാലും അതെ താങ്കളോട് ഇരിക്കുന്നുണ്ട്. ശിവനെയും അഞ്ജലിയും ഹിറ്റാക്കിയതിൽ ഒരു പങ്ക് താങ്കൾക്കും ഉണ്ട്. അപ്പൊ എന്നിരിക്കെ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് കേൾപ്പിക്കാനോ ഒന്ന് പ്ലേ ചെയ്യാനോ മെലോഡിക്ക് ഉണ്ട് നമ്മുടെ കയ്യില്, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നമുക്ക് അതിലൂടെ തന്നെ നമുക്കൊന്ന് കേൾപ്പിച്ചാലോ? ഓക്കെ. വായിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. കീ ചെറിയ കീ അല്ലേ, ഇതിലോട്ട് വരുമ്പോ നമുക്ക് കുറെ നാളായി വായിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ എടുത്തത്. ഓക്കെ, താങ്കൾ ഇത് വായിക്കുമ്പോഴത്തേക്കും മറ്റേ ശിവൻ അഞ്ജലിയൊക്കെ മനസ്സിൽ പ്രേക്ഷകർ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും, അവരുടെ മറ്റേ റൊമാൻറ്റിക് സീൻസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഹിറ്റായിട്ടുള്ള മറ്റൊരു സോങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മഞ്ജുരും കാലത്തിൽ ആ ഒരു തീം സോങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും നമുക്ക് കേൾക്കാം. ഓക്കെ ഓക്കെ, മെലോഡിക്കൽ മതിയല്ലോ. മതി.
സൂപ്പർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വായിക്കുന്ന നല്ലതാന്ന് തോന്നുന്നു. അല്ലേ, ഇത് ആക്ച്വലി നമ്മള് ഇതിന്റെ ഹം കേട്ടിട്ടുണ്ട്, അതിന്റെ ഒരു ഫീമെയിൽ പോർഷൻ കേട്ടിട്ടുണ്ട്, അതുപോലെ ഫ്ലൂട്ടിന്റെ പോർഷൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു മെലോഡിക്ക അതിന്റെ ഒരു വേർഷൻ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഇതിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടന്റ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ. അതല്ലേ, ശരിക്കും സൂപ്പർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് സിനിമകളിൽ നിന്നുള്ള മ്യൂസിക് നമ്മൾ സീരിയൽസിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി പൊതുവെ പ്രവണത നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. പലതൊക്കെ വളരെ എവിഡന്റ് ആണ്, അത് നമുക്ക് തന്നെ മനസ്സിലാവും. ആ സോങ്ങിന്റെ ഒക്കെ BGM എടുത്തിടാറുണ്ട്, സോങ്ങിന്റെ ഇടയ്ക്കുള്ള മ്യൂസിക്കിന്റെ പോർഷനൊക്കെ അതുപോലെ എടുത്തിടാറുണ്ട്. ചിലപ്പോ സിറ്റുവേഷൻ ഒക്കെ വേറെ ഇതൊന്നും കാണത്തില്ല, കാണാത്ത ഈ ഒരു പ്രശ്നം കൊണ്ട്. അല്ലെങ്കിൽ വേറെ മ്യൂസിഷ്യൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഈ സാധനം അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. താങ്കളുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരേ സമയത്ത് ഒരു 1-2 സീരിയൽസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ സീരിയൽസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഒരിടത്ത് യൂസ് ചെയ്ത് വേറൊരിടത്തൊക്കെ യൂസ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ? കാരണം പൊതുവേ എനിക്ക് തോന്നുന്നു സീരിയൽ ഫോർമാറ്റ് ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഇങ്ങനെ അവരിങ്ങനെ ഫോളോ ചെയ്യാണല്ലോ. അപ്പൊ ചിലപ്പോ സന്തോഷം വരുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ വേറൊരു സീരിയലിലെ സന്തോഷത്തിന് നമുക്ക് യൂസ് ചെയ്യാം. സോ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? പക്ഷെ അതിനകത്തൊരു വിഷയമുള്ളത്, ഇതെല്ലാം ഓരോ ചാനൽസിനല്ലേ, അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരിടത്ത് സീരിയൽ കഴിഞ്ഞു 1-2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ചില ഈ നോട്ടീസറബിൾ അല്ലാത്ത ഈ ഹെവി ബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. മറ്റേത് അത് ചെയ്യത്തില്ല. മീൻസ് അതൊരു എത്തിക്സിനും ചേർന്ന കാര്യമല്ല. തന്നെയല്ല, കോപ്പിറൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് അല്ലെ, ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമ, സീ, ഇവരെല്ലാം ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. അവിടെ ഈ ഒരൊറ്റ കേസ് മതി പ്രശ്നമാകാം. ഞാൻ അറ്റ് എ ടൈം സൂര്യ എന്റെ ബിഗിനിങ് സമയത്ത് ഏഷ്യാനെറ്റും സൂര്യയുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ എളുപ്പപ്പണിയാണത്, ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. നമ്മളതുകൊണ്ട് സംഭവിച്ചത് എന്താ പറയാ, ടൺ കണക്കിന് മ്യൂസിക് ചെയ്യേണ്ടി വന്നു. ടൺ കണക്കിനെന്ന് പറഞ്ഞാല് ഞാൻ പലപ്പോഴും ഇപ്പോഴും വീട്ടിലൊക്കെ ഇരുന്ന് പറയാറുണ്ട്, ഇത്രയും ബൾക്ക് മ്യൂസിക് ചെയ്യേണ്ടി വരുന്നത്. കാരണം നമുക്ക് തന്നെ ഒരു ലെവല് കഴിയുമ്പം കിടിവും. കാരണം ഈ ഒരേ ടൈപ്പ് സീക്വൻസ് ആണ്, ഈ പറഞ്ഞ പോലെ സീക്വൻസുകൾ പലതും ഒരേപോലെ ആയിരിക്കും. ഇതിന് ആ മ്യൂസിക് തന്നെ ഇതിന് ചേരാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇത് ഡിഫറെന്റ് ചാനൽസിലാണ് പോകുന്നത്. അല്ലെ തന്നെ ഒരേ ചാനലിൽ തന്നെ ഒരേ അടുത്തടുത്ത സ്ലോട്ടുകളിൽ എന്റെ പ്രോജക്ട്സ് പോകാറുണ്ട്. ഇപ്പൊ 7:30 അല്ല 7, 7:30, 8 ഇങ്ങനെ. അപ്പൊ എനിക്ക് ആ സെയിം മ്യൂസിക് ചെയ്താൽ പിന്നെ ആൾക്കാർക്ക് പ്രൊഡ്യൂസർ തന്നെ എന്നാ പിന്നെ ഞാൻ അത് തന്നെ എടുത്തിട്ട് ചെയ്യാൻ പോരേടേ എന്ന് ചോദിക്കും. സോ അതിനകത്ത് ഭയങ്കരമായിട്ട് എന്താണ് ഞാൻ ഇതിനേക്ക് വരുന്നത് തന്നെ ഇപ്പൊ സീരിയലിന് മ്യൂസിക് ചെയ്യാനോ ഒന്നും അല്ലല്ലോ. നമ്മളൊരു മ്യൂസിഷ്യൻഷിപ്പാണ് അല്ലെ, അത് കീപ്പപ്പ് ചെയ്യാനുള്ളൊരു ഭയങ്കരമായ പാഷൻ ഉണ്ടായിരുന്നു. അതിനെ സാറ്റിസ്ഫൈ ചെയ്തോണ്ടിരിക്കുക ഇപ്പോഴും, അത്രേ ഉള്ളൂ. ഇപ്പൊ താങ്കളുടെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അത് എന്താണ്, എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞ ഇതെല്ലാം എനിക്ക് ഈ മിനി സ്ക്രീൻ തന്നതാണ്. ഫാക്ട്. അപ്പം അല്ല, ഞാനിത് എല്ലാവരോടും പറയുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പലതിനെയും വളരെ ചെറുതായിട്ട് കാണും അല്ലേ എല്ലാ ഇപ്പം മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും ഇപ്പൊ ഇതിന് തമ്മിലുള്ളൊരു ഭയങ്കരമായ ഒരു അന്തരമുണ്ട്. അത് ഒരു ഫാക്റ്റാണ്. ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, കാരണം എന്നെ സിനിമയിലേക്ക് എത്തിച്ചതും സീരിയൽസ് തന്നെയാണ്. ബ്ലസി സാറിന്റെ മുമ്പിൽ എത്തിക്കുന്നതും ബ്ലസി സാറാണ് ഈ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് നേരിടുന്ന ആ പ്രോജക്ടിന്റെ ഡയറക്ടർ. എന്തായിരുന്നു അത്? അതായത് മാർ ക്രിസോസ്റ്റം തിരുമേനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്, മാർ ക്രിസോസ്റ്റം തിരുമേനി. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി, ഇന്ന് വേൾഡില് ഏറ്റവും വലിയ ഡോക്യുമെന്ററി ബ്ലസി സാറിന്റെ ഈ പ്രോഡക്റ്റ് 100 years of ക്രിസോസ്റ്റം എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതില് എനിക്കൊരു ലക്ക് ഉണ്ടായത്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, രഞ്ജി ഒരു ബ്രാൻഡ് ഡിസൈനർ ആണ്. ഐ മീൻ പല ഇവിടുത്തെ വലിയ ബ്രാൻഡുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ബ്ലസി സാറിന്റെ ഏറ്റവും മകനെ പോലെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹമാണ് എന്നെ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടു, സാർ ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിന്റെ പിന്നണിയിലാണ്, അതിനകത്ത് വേറെ എന്തുവാ റെമ്യൂണറേഷനോ ഇതൊന്നും ആഗ്രഹിക്കാതെ സാറിന്റെ കൂടെ ഒന്ന് ഒരു ട്രാവൽ ചെയ്യണം. അതാണ് 1-2 വർഷം എടുക്കും ഈ പരിപാടി, ഈ പ്രോസസ് ടോട്ടൽ. അപ്പൊ ഞാൻ പറഞ്ഞ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ സാറിന്റെ കൂടെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ചെന്നു. അന്നാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ സാർ ഈ മഞ്ഞുരുങ്കാൻ എന്നെ പാടി കേൾപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയെങ്കിലും കണക്ട് ആവുമെന്ന്. എന്നിട്ട് പിന്നെ കാരണം അതിന്റെ ഒരു സെഗ്മെന്റ്, അതിന്റെ ഒരു
ഒരു ഏരിയ എം ജയേന്ദ്രൻ ചേട്ടൻ ചെയ്തു, ഒരു ഏരിയ സ്റ്റീഫൻ ദേവസ് ചെയ്തു. അതിന്റെ ഒരു സെഗ്മെന്റ് എന്നെ ഏൽപ്പിച്ചത്. ഓക്കെ, അതിന്റെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ അല്ലല്ലോ. ഇത് കുറച്ച് CD-ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. സാർ ഇത് ഒരു 7 DVD ആയിട്ടാണ്. കാരണം അത്രയും ലെങ്ത് ആണ്. അത്ര 14 മണിക്കൂറോ അങ്ങനെയാണെന്ന്. അതാണ്. ഞാൻ തന്നെ അതിനകത്തൊരു 3 മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അങ്ങനെയാണ് എന്റെ ഒരു. അപ്പൊ ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മള് അത്രയും സമയം അന്ന് വർക്ക് ചെയ്ത്. ഒരു സുപ്രഭാതത്തിൽ സാറ് വിളിച്ച് പറയുന്നു, നമ്മളിത് ഇങ്ങനെ സാറ് വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നത്, ഇപ്പം ഭയങ്കര സംഭവം സാറ് വളരെ സോഫ്റ്റ് ആയിട്ടാ. സാനന്ദേ, ഇങ്ങനെ ഞാൻ ഈ ഗിന്നസിന്റെ ഒരു ഇതിന് കൊടുത്തിരുന്നു, അതിനൊരു നോക്കാം അറിയും. ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് പറയുന്നത് അതിനൊരു നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് പറയുന്നത്. ഇതിനേക്കാൾ ഞാൻ എക്സൈറ്റ് ചെയ്യിച്ചൊരു സാധനം ഞാൻ പറഞ്ഞു, സാറേ അപ്പൊ തിരുവല്ല വരുമ്പോ ഞാൻ കളക്ട് ചെയ്തോളാം. പിന്നൊരു സുപ്രഭാതത്തിൽ സാറിന്റെ അസിസ്റ്റൻസ് വിളിച്ച് പറയുന്നത്, ഇത് തിരുവല്ലയിൽ വെച്ച് ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ട് ലാലേട്ടൻ മുൻകൈ എടുത്തു, അദ്ദേഹം പറയുന്നു ഇത് വലിയൊരു ഫംഗ്ഷൻ ആക്കണം. അങ്ങനെ ലാലേട്ടന്, ചിത്ര ചേച്ചി, എം ജയേന്ദ്രൻ ചേട്ടൻ, ബെന്യാമീൻ, സ്റ്റീഫൻ ദേവസി, പിന്നെ ഞാനും, ഇങ്ങനെ 7 പേർക്കാണിത് അന്ന് റെക്കഗ്നേഷൻ. നമ്മുടെ ഗായത്രി സുരേഷ് താങ്കളുടെ ഒരു പാട്ട് പാടിയില്ലേ? അല്ലേ? അത് എന്താണ് ശരിക്കും ആ പാട്ടിന് എന്താ സംഭവം? ഞാനത് എനിക്കൊന്ന് ഇപ്പൊ ഒരു 2-3 വർഷം ഫുഗിതാര അല്ലേ, കുറച്ച് അത് എനിക്ക് തോന്നുന്നു ജാസി ഗിഫ്റ്റ് സാറും ഗായത്രി സുരേഷുമാണ് പാടിയിരിക്കുന്നത്. നമ്മള് അങ്ങനെ ഒരു കോമ്പിനേഷൻ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഗായത്രി സുരേഷ് നമ്മൾ പല വേദികളിലും പാടി നന്നായിട്ട് തന്നെ പാടി കേട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിന് ഒരുപാട് ട്രോൾസ് വന്നിട്ടുണ്ട്. അതായത് പുള്ളിക്കാരത്തിന്റെ ശബ്ദം ഇങ്ങനെ ഭയങ്കര ബേസിലായി പോയി. അപ്പോ പിന്നെ ഗായത്രി തന്നെ വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ വളരെ ബേസ് വോയിസിൽ പാടിയതാണ്, അങ്ങനെ സ്കെയിൽ താഴ്ത്തി പാടിയതിന് വന്നിട്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ് ആ ശബ്ദം അങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ആ പാട്ടിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്താ നടന്നത് ശരിക്കും? അല്ല, ഒന്നുമില്ല, പുള്ളിക്കാരി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അതെ, അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പബ്ലിസിറ്റി കണ്ടന്റും കൂടെ ആണല്ലോ ഗായത്രി പാടുമ്പോഴെന്നുള്ള. അപ്പൊ അതിന്റെ പിന്നണി പ്രവർത്തകരുടെ ഒരു തീരുമാനം കൂടിയാണത്. പക്ഷെ ഗായത്രി നല്ല ടാലന്റഡ് ആണ്, പിച്ചിങ് ഒക്കെ കറക്റ്റ് ആണ്. പിന്നെ ടോണലി അത് വേറൊരു ടോണാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അവര് ഡീസന്റ് ആയിട്ടാണ് അത് പാടിയിരിക്കുന്നത്. ഇത് ഈ യൂട്യൂബിലോ ഒക്കെ വന്നിട്ടുള്ളപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ട്രോളുമ്പോഴും ചിലവര് പറയുന്നുണ്ട് അവള് മര്യാദക്ക് പാടിയിട്ടുണ്ട്. പിന്നെ ഇത് ഗായത്രിയുടെ കൂടെ കുറച്ച് ട്രോളേഴ്സ് ഉണ്ട്. അത് മുമ്പേ ഫോളോ ചെയ്ത് വരുന്നവര് എന്ത് കണ്ടാലും ട്രോൾ ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. പക്ഷെ അത് ഭയങ്കര ജാസി നല്ലതായിട്ട് രസമായിട്ട് പാടി. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്ന് സാധനം അതൊരു രസമായിരുന്നു. അത് എനിക്കത് താങ്കളുടെ ഓർക്കാന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. പ്രൊഫൈൽ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാ ട്രോളിലൂടെയാണ് ഞാൻ പിന്നെ പോയത് വാച്ച് ചെയ്തപ്പോ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ മ്യൂസിക്കലി കുറ്റം പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും, പക്ഷേ പുള്ളിക്കാരുടെ ടോൺ ആക്ച്വലി ബേസ് വോയിസിൽ വരുന്നതിൻ്റെതായിട്ട് പെട്ടെന്ന് നമ്മളൊരു ബേസ് വോയിസ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിന്റെയും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അതിന് പിന്നിൽ സംഭവിച്ചത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ റിമി ടോമിയുടെ കൂടെ ഒരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ മെലഡി സോങ്സിന് ഒരുപാട് നമ്മൾ റിമി ടോമി യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മളിങ്ങനെ ടൈപ്പാക്കി അടിച്ചുപൊളി പാട്ടുകളിലോട്ട് മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു കലാകാരിയാണ്. എന്നാൽ അവര് പാടിയിട്ടുള്ള ഒരു 2-3 മെലഡിയസ് സോങ്സ് ഒക്കെ ഭയങ്കര അടിപൊളി സോങ്സാണ്. കൊഞ്ചി കൊഞ്ചി ആ സോങ്, കണ്ണനായാൽ രാധ വേണം, അതൊക്കെ ദാസേട്ടന്റെ കൂടെയൊക്കെ പാടിയ ആ ഒരു ലെവൽ ഓഫ്. അപ്പൊ എങ്ങനെയായിരുന്നു റിമി ടോമിയുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്? അല്ല, ആക്ച്വലി റിമിയായിട്ട് ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്ന മറ്റൊരു ട്രോൾ സംഭവം ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ. മ്യൂസിക് ഡയറക്ടർ അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നാ പോരെ. അവിടെ തുടങ്ങാം. റിമി ടോമിയുടെ കാര്യം പറയും. റിമി ടോമി നായികയായിട്ട് അഭിനയിച്ച ഒരേ ഒരു ചിത്രം തിങ്കൾ മുതൽ വെള്ളി വരെ. അതെ. അപ്പൊ അതിന് കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കിയായിരുന്നു. കണ്ണനാണ് അങ്ങനെ ഒരു അവസരത്തിലേക്ക്, കണ്ണൻ താമരക്കുളം കുറെ പടങ്ങൾ ചെയ്തല്ലോ ഞങ്ങള്. മിനി സ്ക്രീനിലുള്ള പരിചയം അവന്റെ ഫസ്റ്റ് സീരിയലിൽ തൊട്ട്. കാരണം പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന്റെ റീ റെക്കോർഡിംഗ് നമ്മൾ വേറൊരു ടൈം പറയുമല്ലോ, അതിന്റെ ആളുകളാണ് ഇവരൊക്കെ ഡയറക്ടേഴ്സ്. ഇവര് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ ഇതിട്ടോണ്ടാണ്. ഭയങ്കര രസമാണ് അതൊക്കെ.
അപ്പം ഇതിലേക്ക് എത്തുമ്പോ റിമിയെ ഇതിനകത്ത് നായികയായിട്ട് ഫിക്സ് ചെയ്ത് അപ്പൊ അതിനു മുമ്പ് പാട്ടൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കിടി പറ്റി എന്നൊക്കെ പറഞ്ഞു. പിന്നെ റിമിയെ കൊണ്ട് പാടിച്ച ഒരു പാട്ട് നാദിഷൊക്കെ എഴുതിയ അന്തി നേരത്തെ 7 വട്ടം ഈ സീരിയലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. അതായത് സീരിയലിന്റെ സമയത്ത് ഗസ്റ്റ് വന്നാല് ആളുകൾക്ക് ഗോസ്റ്റ് ആയി തോന്നും എന്നൊക്കെയാണ് ഇതായിരുന്നു അതിന്റെ ഒരു തീം സോങ് ആയിട്ട് വർക്കായ സാധനമാണ്. അപ്പൊ അന്ന് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത സാധനമാണ്. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ റെക്കോർഡിങ്ങിന് വന്നപ്പോഴും പുള്ളിക്കാരിക്ക് അതിന്റെ ഒരു ചെറിയൊരു വിഷമം പറഞ്ഞു. അത് നമ്മള് അന്നത്തെ കാലത്ത് അങ്ങനെ എനിക്ക് മാത്രമാണ് ചീത്തപ്പേര് കിട്ടിയേ എന്നൊക്കെ പറഞ്ഞു.